നമസ്കാരം. ഇന്ന് നമ്മൾ മനുഷ്യന്റെ കഴിവിൻ്റെയും പ്രകൃതിയുടെ ശക്തിയുടെയും പ്രതീകമായ എവറസ്റ്റിന്റെ നെറുകയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം ദാ ഭൂമിയുടെ നെറുകയിൽ കാൽപ്പാടുകൾ പതിപ്പിക്കുക എന്ന മനുഷ്യന്റെ അടങ്ങാത്ത മോഹം. എല്ല് തുളയ്ക്കുന്ന തണുപ്പിനെയും ശ്വാസം മുട്ടിക്കുന്ന ഉയരങ്ങളെയും അതിജീവിച്ചവരുടെ പോരാട്ട വീര്യം, അതാണ് എവറസ്റ്റ്. ഇതിഹാസ യാത്രകളുടെ ഓർമ്മകളിലേക്കും ഇന്നും അറിയാത്ത രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനും നമുക്ക് ഒരുമിച്ച് പുറപ്പെടാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ നെറുകയിലേക്ക്, മനുഷ്യന്റെ സ്വപ്നങ്ങളുടെയും അവന്റെ അതിജീവനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കഥ പറയുന്ന ഒരു യാത്ര. ഭൂമിയുടെ നെറുകയിൽ ആകാശത്തെ തൊട്ടു നിൽക്കുന്ന മഞ്ഞുപാളികൾക്കിടയിൽ ഒരു കൊടുമുടി തലയുയർത്തി നിൽക്കുന്നു. ടിബറ്റുകാർ അതിനെ ചോമോ ലുങ്മ എന്ന് വിളിച്ചു. പ്രപഞ്ചത്തിന്റെ മാതാവ് എന്നാണ് അതിനർത്ഥം. നേപ്പാളിലെ ആളുകൾ അതിനെ സാഗർ മാത എന്ന് പേരിട്ടു, ആകാശത്തിന്റെ നെറ്റിത്തടം. എന്നാൽ പുറം ലോകം അതിനെ മറ്റൊരു പേരിലാണ് അറിഞ്ഞത്, എവറസ്റ്റ്. വർഷങ്ങളോളം മനുഷ്യൻ അതൊരു സ്വപ്നം മാത്രമായിരുന്നു, അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു ലക്ഷ്യം. അതിന്റെ കൊടുമുടിയിലേക്ക് നോക്കി പലരും നിന്നു, പലരും യാത്ര തുടങ്ങി. എന്നാൽ ആർക്കും അതിൻ്റെ നെറുകയിലെത്താനായില്ല. തണുത്തുറഞ്ഞ കാറ്റും മഞ്ഞുവീഴ്ചയും അപകടം പതിയിരിക്കുന്ന മലയിടുക്കുകളും അവരെ തിരികെ വിളിച്ചു. ആ യാത്രയിൽ ചിലർക്ക് ജീവൻ തന്നെ നഷ്ടമായി. പക്ഷെ മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലല്ലോ. 1953 2 മനുഷ്യർ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു. ന്യൂസിലൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയും ആ മഞ്ഞിന്റെ ലോകത്ത് ജനിച്ചു വളർന്ന ടെൻസിംഗ് നോർഗെ എന്ന ഷെർപ്പയും. അത് വെറുമൊരു പർവ്വതാരോഹണമായിരുന്നില്ല, പ്രകൃതിയോടും തന്നോട് തന്നെയുമുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ, ഓരോ ചുവടിലും പ്രതീക്ഷയും നിരാശയും മാറിമറിഞ്ഞ നിമിഷങ്ങൾ. ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് നടന്നു കയറുന്നത്. എഡ്മണ്ട് ഹിലാരിയുടെയും ടെൻസിംഗ് നോർഗെയുടെയും കണ്ണുകളിലൂടെ നമ്മൾ എവറസ്റ്റിന്റെ ആ ആദ്യ കീഴടക്കത്തിന് സാക്ഷിയാകാൻ പോകുകയാണ്. അവരുടെ ശ്വാസമെടുക്കുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, മഞ്ഞിൽ താഴുന്ന പാദങ്ങളുടെ ശബ്ദം കേൾക്കാം, ആകാശത്തിൻ്റെ നീലിമയും മഞ്ഞിൻ്റെ തൂവൽ വെള്ള നിറവും അടുത്തു കാണാം. വരൂ, നമുക്ക് ആ തണുത്ത ലോകത്തേക്ക്, ആ ചരിത്ര നിമിഷത്തിലേക്ക് പതുക്കെ നടന്നു തുടങ്ങാം. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമൻ്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. ഹിമാലയൻ കാറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വെറുമൊരു കാറ്റല്ല. ദൂരെ മഞ്ഞുരുകുന്നതിൻ്റെ നേർത്ത ശബ്ദവും പാറയിടുക്കുകളിൽ തട്ടിച്ചിതറുന്നതിൻ്റെ പ്രതിധ്വനികളും നൂറ്റാണ്ടുകളുടെ നിശബ്ദതയും ആ കാറ്റിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും. ആ കാറ്റേറ്റാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. 1953 നമുക്ക് പതുക്കെ നടന്നു ചെല്ലാം. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. ലോകം മുറിവുകളിൽ നിന്നും പതിയെ ഉണർന്നു വരുന്നതേയുള്ളൂ. പക്ഷേ മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരു മുറിവും തടസ്സമായിരുന്നില്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ യാത്രകൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രതാപം പതിയെ അസ്തമിച്ചു തുടങ്ങുന്ന കാലം. തങ്ങളുടെ ശക്തി ലോകത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ അവർക്കൊരവസരം വേണമായിരുന്നു. ആ അവസരമായിരുന്നു എവറസ്റ്റ്. അതിന്റെ നെറുകയിൽ തങ്ങളുടെ പതാക നാട്ടുക. അതൊരു വലിയ സ്വപ്നമായിരുന്നു. അതിനു മുൻപ് പലരും ശ്രമിച്ചു. ജോർജ് മെല്ലോറിയെപ്പോലുള്ള ഇതിഹാസങ്ങൾ ആ മഞ്ഞുമലകളിൽ എവിടെയോ അപ്രത്യക്ഷരായി. എന്തിനാണ് നിങ്ങൾ എവറസ്റ്റ് കയറുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാരണം അതവിടെയുണ്ട് എന്ന് പറഞ്ഞ അതേ മെല്ലോറി, അദ്ദേഹത്തിന്റെ ശരീരം പോലും വർഷങ്ങൾക്കു ശേഷമാണ് ലോകം കണ്ടെത്തുന്നത്. അങ്ങനെ എവറസ്റ്റ് മനുഷ്യനു മുന്നിൽ എന്നും ഒരു പ്രഹേളികയായി, ഒരു വെല്ലുവിളിയായി നിലകൊണ്ടു. ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായി ഒരു സംഘം ഒരുങ്ങുകയായിരുന്നു. കേണൽ ജോൺ ഹണ്ട് എന്ന പട്ടാളക്കാരനായിരുന്നു
ആ സംഘത്തിന്റെ തലവൻ. കൃത്യമായ ആസൂത്രണം, അച്ചടക്കം. ഒരു സൈനിക നീക്കം പോലെയായിരുന്നു അദ്ദേഹം ഈ യാത്രയെ കണ്ടത്. ഓക്സിജൻ സിലിണ്ടറുകൾ, പ്രത്യേകതരം കൂടാരങ്ങൾ, ഭക്ഷണസാധനങ്ങൾ, ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങൾ എല്ലാം ടൺ കണക്കിന് അവർ ശേഖരിച്ചു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള മികച്ച പർവ്വതാരോഹകർ ആ സംഘത്തിലുണ്ടായിരുന്നു. ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, ഫോട്ടോഗ്രാഫർമാർ. അതൊരു ചെറിയ സംഘമായിരുന്നില്ല, ഒരു വലിയ യജ്ഞത്തിനുള്ള ഒരുക്കമായിരുന്നു അത്. ആ സംഘത്തിലെ ഒരാളായിരുന്നു എഡ്മണ്ട് ഹിലാരി. ന്യൂസിലാൻഡിലെ ഒരു ഗ്രാമത്തിൽ തേനീച്ച വളർത്തി ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ. പക്ഷേ ഉയരങ്ങളോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കൂട്ടുകാരെക്കാൾ ഉയരം കുറഞ്ഞതിന്റെ പേരിൽ കളിയാക്കലുകൾ കേട്ടിരുന്ന ഒരു കുട്ടി വളർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കീഴടക്കാൻ സ്വപ്നം കണ്ടു. അതൊരു വിചിത്രമായ കാര്യമാണല്ലേ? നമ്മുടെ കുറവുകൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾക്ക് വളമാകാറുണ്ട്. ഹിലാരി അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരുതരം നിശ്ചയദാർഢ്യം കാണാമായിരുന്നു. തമാശകൾ പറഞ്ഞ് ചിരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും പർവ്വതങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഇതിനു മുൻപും അദ്ദേഹം ഹിമാലയത്തിൽ വന്നിട്ടുണ്ട്. 1951 ഒരു ബ്രിട്ടീഷ് സംഘത്തോടൊപ്പം എവറസ്റ്റിലേക്കുള്ള പുതിയ ഒരു വഴി കണ്ടെത്താനുള്ള ശ്രമത്തിൽ പങ്കാളിയായിരുന്നു അദ്ദേഹം. അന്ന് എവറസ്റ്റിന്റെ അപകടം പിടിച്ച ഖുംബു മഞ്ഞുപാളികൾ ആദ്യമായി കടന്നത് ഹിലാരിയും സംഘവുമായിരുന്നു. ആ യാത്ര അദ്ദേഹത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകി. എവറസ്റ്റ് വെറുമൊരു കല്ലും മഞ്ഞുമല്ല, ജീവനുള്ള, ശ്വാസമെടുക്കുന്ന ഒരു ഭീമാകാരനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കണം, അതിനെ ബഹുമാനിക്കണം. അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിരിക്കാം: ഇന്ന് ഞാൻ ചോമോലുങ്മയെ ദൂരെ നിന്നു കണ്ടു. കാറ്റിൽ പറക്കുന്ന മഞ്ഞുപൊടികൾ ഒരു കിരീടം പോലെ അതിനെ അലങ്കരിക്കുന്നു. അതിന്റെ ഗാംഭീര്യം എന്നെ ഒരേ സമയം ഭയപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. ഞാനിത് കീഴടക്കുമോ? അതോ ഈ മഞ്ഞിൽ ഞാനും ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുമോ? ഇതേ സമയം ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ അതിനെ ദൈവമായി കണ്ട ആരാധിക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു, ഷെർപ്പകൾ. ആ മഞ്ഞുമലകളായിരുന്നു അവരുടെ ലോകം. അവിടെ ജനിച്ചു, അവിടെ ജീവിച്ചു, അവിടെ മരിച്ചു. അവർക്ക് പർവ്വതാരോഹണം ഒരു ജോലിയായിരുന്നില്ല, ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഭാരങ്ങൾ ചുമന്ന് വഴികാട്ടികളായി വിദേശത്തു നിന്നും വരുന്ന പർവ്വതാരോഹകരുടെ മാലാഖമാരായിരുന്നു അവർ. അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ടെൻസിംഗ് നോർഗെ. ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി ടിബറ്റിൽ നിന്നും നേപ്പാളിലേക്ക് കുടിയേറിയ ഒരാൾ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നംഗ്യാൽ വാങ്ഡി എന്നായിരുന്നു. എന്നാൽ ഒരു ലാമയാണ് അദ്ദേഹത്തിന് ടെൻസിംഗ് നോർഗെ എന്ന പേര് നൽകിയത്. സമ്പന്നനും ഭാഗ്യവാനുമായ അനുയായി എന്നായിരുന്നു ആ പേരിന്റെ അർത്ഥം. ആ പേര് പിന്നീട് അന്വർത്ഥമായി. ടെൻസിംഗിന് എവറസ്റ്റ് ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അത് ഹിലാരിയുടേതുപോലുള്ള സ്വപ്നമായിരുന്നില്ല. ഒരു ഭക്തന് തന്റെ ഇഷ്ടദേവനെ അടുത്തു കാണാനുള്ള ആഗ്രഹം പോലെയായിരുന്നു അത്. അതിന്റെ നെറുകയിൽ കാലുകുത്തുക എന്നതിലുപരി ആ പുണ്യഭൂമിയിലൊന്ന് തൊടുക, പ്രാർത്ഥിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം പലതവണ ശ്രമിച്ചു. 7 തവണ അദ്ദേഹം എവറസ്റ്റ് കയറാനുള്ള സംഘങ്ങളുടെ ഭാഗമായി. ഓരോ തവണയും കൊടുമുടിക്ക് തൊട്ടടുത്തു നിന്നും കാലാവസ്ഥ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് തിരിച്ചുവരേണ്ടി വന്നു. 1952 ഒരു സ്വിസ് സംഘത്തോടൊപ്പം അദ്ദേഹം കൊടുമുടിക്ക് വെറും 250 മീറ്റർ താഴെ വരെ എത്തിയിരുന്നു. ഒരുപക്ഷെ അന്ന് കുറച്ചുകൂടി ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായിരുന്നു. പക്ഷേ വിധി അവർക്കായി മറ്റൊരു നിയോഗം കരുതിവച്ചിരുന്നു. ടെൻസിംഗിന്റെ അനുഭവപരിചയവും ഹിലാരിയുടെ കായികക്ഷമതയും നിശ്ചയദാർഢ്യവും ഒന്നിച്ചു ചേരേണ്ടിയിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ. അവർ രണ്ടുപേരും ജോൺ ഹണ്ടിന്റെ സംഘത്തിൽ ഒന്നിച്ചു. ഒരാൾ പടിഞ്ഞാറ് നിന്നും മറ്റേയാൾ കിഴക്കുനിന്നും. ഒരാൾ തേനീച്ചക്കൂടുകളുടെ ലോകത്തുനിന്നും ഒരാൾ മഞ്ഞുമലകളുടെ ലോകത്തുനിന്നും. അവർ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചു. അവരുടെ യാത്ര തുടങ്ങിയത് കാഠ്മണ്ഡുവിൽ നിന്നാണ്. ഇന്നത്തെ പോലെ വിമാനത്താവളങ്ങളോ എളുപ്പവഴികളോ ഇല്ലാത്ത കാലം. കാഠ്മണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രത്തിലെ മണികൾ മുഴങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആ യാത്രയുടെ തുടക്കം. ഇടുങ്ങിയ തെരുവുകളിലൂടെ, കച്ചവടക്കാരുടെ ബഹളങ്ങൾക്കിടയിലൂടെ അവർ നടന്നു നീങ്ങി. മുന്നോട്ടു പോകുന്തോറും നഗരത്തിന്റെ തിരക്കുകൾ കുറഞ്ഞുവന്നു. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, നെൽപ്പാടങ്ങൾ,
കുന്നിൻ ചെരുവുകളിലെ ചെറിയ ഗ്രാമങ്ങൾ. നൂറുകണക്കിന് ചുമട്ടുകാരോടൊപ്പമായിരുന്നു ആ യാത്ര. ടെൻ കണക്കിന് സാധനങ്ങൾ ചുമലിലേറ്റി പാട്ടുപാടിയും കഥകൾ പറഞ്ഞും അവർ നടന്നു. ഓരോ ദിവസവും അവർ പുതിയൊരു ലോകം കണ്ടു. വഴിയരികിലെ ചെറിയ ചായക്കടകളിൽ നിന്നും ചായ കുടിച്ചു. ഗ്രാമീണരോട് കുശലം പറഞ്ഞു. രാത്രികളിൽ ചെറിയ കൂടാരങ്ങൾ കെട്ടി അതിൽ അന്തി ഉറങ്ങി. തണുപ്പ് പതിയെ ശരീരത്തിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. അവരുടെ ചെവിയിൽ പലതരം ശബ്ദങ്ങൾ വന്നലച്ചു. ദൂരെ അമ്പലങ്ങളിൽ നിന്നുള്ള മണിനാദം, അരുവികൾ പാറകളിൽ തട്ടി ഒഴുകുന്നതിൻ്റെ ശബ്ദം, കാറ്റിലുലയുന്ന പ്രാർത്ഥനാ പതാകകളുടെ പടപട ശബ്ദം. ഓരോ ഗ്രാമം കഴിയുന്തോറും ഭൂപ്രകൃതി മാറിക്കൊണ്ടിരുന്നു. പച്ചപ്പ് കുറഞ്ഞു, പാറകളും കല്ലുകളും നിറഞ്ഞു. റോഡോഡെൻഡ്രോൺ പൂക്കൾ നിറഞ്ഞ കാടുകൾ പിന്നിട്ട് അവർ ഉയരങ്ങളിലേക്ക് കയറി. ശ്വാസമെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിത്തുടങ്ങി. ഓക്സിജന്റെ അറവ് കുറഞ്ഞു വരുന്നതിൻ്റെ ആദ്യ സൂചനകൾ. ടെൻസിംഗ് തന്റെ സഹശർപ്പകളോട് സംസാരിക്കുന്നുണ്ടാവാം. ചോമോലുങ്മയുടെ അടുത്തേക്ക് പോകുന്തോറും നമ്മൾ ശബ്ദം കുറയ്ക്കണം. അവൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പർവ്വതത്തെ ഒരു ദേവതയായി കാണുന്ന അവരുടെ വിശ്വാസങ്ങൾ ഹിലാരിയെപ്പോലുള്ള പാശ്ചാത്യർക്ക് ഒരുപക്ഷെ അതിശയമായി തോന്നിയിരിക്കാം. പക്ഷേ ആ വിശ്വാസങ്ങളെ അവർ ബഹുമാനിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു, ഈ മലനിരകളിൽ അറിവിനേക്കാൾ വലുത് അനുഭവമാണ്. ആ അനുഭവം ഷെർപ്പകൾക്കായിരുന്നു കൂടുതൽ. അങ്ങനെ ആഴ്ചകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ദൂരെ ഒരു കാഴ്ച കണ്ടു. മഞ്ഞിന്റെ ഒരു മഹാസമുദ്രം പോലെയൊന്ന്. അതിനിടയിലൂടെ ഒരു ഭീമാകാരൻ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്നു. എവറസ്റ്റ്. അതിന്റെ താഴ്വരയിലാണ് ബേസ് ക്യാമ്പ്. യാത്രയുടെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. ഏതാണ്ട് 17,600 അടി ഉയരത്തിൽ അവർ തങ്ങളുടെ താവളമുറപ്പിച്ചു. ബേസ് ക്യാമ്പ് ഒരു ചെറിയ നഗരം പോലെയായിരുന്നു. പല നിറത്തിലുള്ള കൂടാരങ്ങൾ, അടുക്കള, ആശയവിനിമയത്തിനുള്ള പ്രത്യേക ടെന്റ്, ഒരു ചെറിയ ആശുപത്രി, എല്ലാം അവിടെ ഒരുങ്ങിയിരുന്നു. പക്ഷെ ആ ക്യാമ്പിലെ ഏറ്റവും വലിയ ശബ്ദം നിശബ്ദതയുടേതായിരുന്നു. അതിനെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടെ ഒരു മുഴക്കം കേൾക്കാം. ഖുംബു മഞ്ഞുപാളിയിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുകട്ടകൾ അടർന്നു വീഴുന്നതിൻ്റെ ശബ്ദമാണത്. ആ ശബ്ദം ഓരോ നിമിഷവും അവരെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് അപകടം നിറഞ്ഞ ഒരു ലോകത്തേക്കാണ്. ഖുംബു മഞ്ഞുപാളി അതൊരു പേരല്ല, ഒരു മരണക്കിണിയാണ്. എവറസ്റ്റിന്റെ മുകളിൽ നിന്നും താഴേക്കൊഴുകുന്ന ഒരു മഞ്ഞു നദിയാണത്. പക്ഷേ സാധാരണ നദി പോലെയല്ല. ഓരോ നിമിഷവും ചലിച്ചുകൊണ്ടിരിക്കുന്ന, രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. വലിയ കെട്ടിടങ്ങളുടെ വലുപ്പമുള്ള മഞ്ഞുകട്ടകൾ എപ്പോൾ വേണമെങ്കിലും അടർന്നു വീഴാം. കാലുവയ്ക്കുന്ന മഞ്ഞുപാളിക്ക് താഴെ നൂറുകണക്കിന് അടി താഴ്ചയുള്ള കൊക്കകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. നേർത്ത മഞ്ഞുപാളികൾ കൊണ്ട് മൂടിയതുകൊണ്ട് അവയെ കാണാൻ പോലും സാധിക്കില്ല. ഈ വഴിയിലൂടെയായിരുന്നു അവർക്ക് മുന്നോട്ടു പോകേണ്ടിയിരുന്നത്. ഇതിനെ മറികടക്കാതെ എവറസ്റ്റിന്റെ മുകളിലേക്ക് ഒരു വഴിയുമില്ല. ഇതിനു മുൻപുള്ള പല യാത്രകളും പരാജയപ്പെട്ടത് ഈ മഞ്ഞുപാളിക്ക് മുന്നിലാണ്. അതിരാവിലെ തണുപ്പ് ഏറ്റവും കൂടുതലുള്ള സമയത്താണ് അവർ യാത്ര തുടങ്ങിയത്. കാരണം സൂര്യൻ ഉദിച്ച് ചൂട് കൂടുമ്പോൾ മഞ്ഞുരുകി അടന്നു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. മുന്നോട്ട് വഴി കണ്ടെത്താനായി ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു. ഐസ് ഫോൾ ഡോക്ടേഴ്സ് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. പരിചയസമ്പന്നരായ ഒരു കൂട്ടം ഷെർപ്പകൾ. അവരുടെ കയ്യിൽ മഴുവും കയറും കോവണികളുമൊക്കെ ഉണ്ടാകും. അവർ മുന്നിൽ നടന്ന് ഓരോ ചവടും ശ്രദ്ധിച്ചുരച്ച് സുരക്ഷിതമായ വഴി കണ്ടെത്തും. ആഴം കുറഞ്ഞ കൊക്കകൾക്ക് കുറുകെ അലൂമിനിയം കോവണികൾ ഘടിപ്പിക്കും. കയറുകൾ കെട്ടി സുരക്ഷയൊരുക്കും. അതൊരു സാധാരണ ജോലിയായിരുന്നില്ല. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു അത്. ഹിലാരിയും ടെൻസിങ്ങും ആ സംഘത്തോടൊപ്പം ചേർന്നു. ഹിലാരിയുടെ ശരീരം ഒരു യന്ത്രം പോലെയായിരുന്നു. കോവണികൾ ഘടിപ്പിക്കുന്നതിലും കയറുകൾ വലിച്ചുകെട്ടുന്നതിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. ടെൻസിങ്ങിന് ഈ വഴികൾ പരിചിതമായിരുന്നു. എവിടെയാണ് അപകടം ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഉൾമനസ്സ് പറയുമായിരുന്നു. ഇവിടെയല്ല, കുറച്ചുകൂടി വലത്തോട്ട് മാറി നടക്കണം എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകും. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിന് ശേഷം അവർ ഖുംബു മഞ്ഞുപാളിക്ക് മുകളിൽ ക്യാമ്പ് 1-ലെത്തി. അതൊരു വലിയ വിജയമായിരുന്നു. യാത്രയുടെ ആദ്യത്തെയും ഏറ്റവും അപകടം പിടിച്ച കടമ്പ അവർ കടന്നിരിക്കുന്നു. ഇങ്ങനെ പലതവണ ബേസ് ക്യാമ്പിൽ നിന്നും മുകളിലേക്കുള്ള ക്യാമ്പുകളിലേക്ക് കയറിയിറങ്ങിയാണ് അവർ ശരീരത്തെ ഉയരവുമായി പൊരുത്തപ്പെടുത്തിയത്. അങ്ങനെ ബേസ് ക്യാമ്പിൽ നിന്നും ക്യാമ്പ് 1-ലേക്കും അവിടെ നിന്നും വെസ്റ്റേൺ കൊം എന്ന താഴ്വരയിലുള്ള ക്യാമ്പ് 2-ലേക്കും അവർ സാധനങ്ങൾ എത്തിച്ചു. അതിനിടയിൽ അവർ ക്യാമ്പ് 3ഉം 4ഉം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. ക്യാമ്പ് 3 ലോട്ട്സേ ഫേസ് എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ഒരു മഞ്ഞു ചുമരിലായിരുന്നു. കയറുകളിൽ തൂങ്ങി മഞ്ഞിൽ ചവിട്ടി നിൽക്കാനുള്ള ഇടങ്ങൾ മഴ ഉപയോഗിച്ച് വെട്ടിയുണ്ടാക്കി
അവർ ആ ചുമരിലൂടെ മുകളിലേക്ക് അരിച്ചു കയറി. ഒരിക്കൽ ഹിലാരിയുടെ കാൽ വഴുതിയപ്പോൾ ടെൻസിംഗ് സമയോചിതമായി അദ്ദേഹത്തെ രക്ഷിച്ചു. ആ സംഭവം അവർക്കിടയിലുള്ള വിശ്വാസം ഇരട്ടിയാക്കി. ഒടുവിൽ അവർ ക്യാമ്പ് 4-ൽ സൗത്ത് കോൾ എന്ന വിശാലമായ മഞ്ഞുപരപ്പിലെത്തി. ഭൂമിയിലെ ഏറ്റവും വിജനവും ഭയാനകവുമായ സ്ഥലങ്ങളിലൊന്ന്. ഏകദേശം 26,000 അടി ഉയരത്തിൽ. ഇവിടെ നിന്നാണ് കൊടുമുടിയിലേക്കുള്ള അവസാനഘട്ട യാത്ര തുടങ്ങുന്നത്. ഇതിനു മുകളിലുള്ള മേഖലയെ ഡെത്ത് സോൺ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്താണ് ആദ്യ സംഘം ബോഡിലോണും ഇവാൻസും കൊടുമുടി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. പക്ഷേ കൊടുമുടിക്ക് വെറും 300 അടി മാത്രം താഴെ എത്തിയപ്പോൾ അവർക്ക് യാത്ര ഉപേക്ഷിച്ച് തിരികെ ഇറങ്ങേണ്ടി വന്നു. ഇനി ഒരേ ഒരു അവസരം കൂടിയേ ഉള്ളൂ. എഡ്മണ്ട് ഹിലാരിയുടെയും ടെൻസിംഗ് നോർഗയുടെയും ഊഴം. പുലർച്ചെ 4 മണി. സൗത്ത് കോളിലെ ആ ചെറിയ ടെന്റിനുള്ളിൽ അവർ ഉണർന്നു. കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. ഓക്സിജൻ സിലിണ്ടറുകൾ മുതുകിൽ ഉറപ്പിച്ചു. കൃത്യം 6:30 മണിക്ക് അവർ യാത്ര തുടങ്ങി. ഹിലാരി മുന്നിലും ടെൻസിംഗ് തൊട്ടു പിന്നാലെയും. അവർ കൊടുമുടിയിലേക്കുള്ള തെക്ക് കിഴക്കൻ മലനിരയിലൂടെ കയറാൻ തുടങ്ങി. അതൊരു വാളിന്റെ വായ്ത്തല പോലെ കൂർത്ത ഒരു മലനിരയായിരുന്നു. ഇരുവശത്തും ആയിരക്കണക്കിനടി താഴ്ചയുള്ള കൊക്കകൾ. ഏകദേശം 9 മണിയായപ്പോൾ അവർ സൗത്ത് സമ്മിറ്റ് എന്ന ചെറിയ കൊടുമുടിയിലെത്തി. പക്ഷേ യഥാർത്ഥ കൊടുമുടി കുറച്ചുകൂടി ദൂരെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിലേക്കുള്ള വഴിയിൽ ഏകദേശം 40 അടി ഉയരമുള്ള ഒരു പാറക്കെട്ട് കുത്തനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് പിന്നീട് ഹിലാരി സ്റ്റെപ്പ് എന്ന പേരിൽ പ്രശസ്തമായത്. പാറയും മഞ്ഞും ഇടകലർന്ന ഏതാണ്ട് ലംബമായ ഒരു ഭിത്തി. അതിൽ പിടിച്ചുകയറാൻ കാര്യമായ ഒന്നുമില്ല. ഒരു നിമിഷം ഇത് അസാധ്യമാണെന്ന് ഹിലാരിക്ക് തോന്നി. യാത്ര ഇവിടെ അവസാനിക്കുകയാണോ? ഇത്രയും ദൂരം വന്നിട്ട് വെറും 100 മീറ്റർ അകലെ സ്വപ്നം ഉപേക്ഷിച്ച് തിരികെ പോകേണ്ടി വരുമോ? ആ ചോദ്യം അവരുടെ മുന്നിൽ ഒരു വലിയ മതിൽക്കെട്ട് പോലെ നിന്നു. ആ നിമിഷത്തിലാണ് എഡ്മണ്ട് ഹിലാരി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ പാറക്കെട്ടിനും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭീമാകാരമായ മഞ്ഞുപാളിക്കുമിടയിൽ ഒരു ചെറിയ വിടവ്. ഒരു മനുഷ്യന് കഷ്ടിച്ച് ശരീരം ഞെരുക്കി കയറിപ്പോകാനുള്ളൊരു വിടവ്. ആ നിമിഷം ആകാശത്തിനും അഗാധമായ കൊക്കകൾക്കും നടുവിൽ ആ പാറക്കെട്ടിനു മുന്നിൽ നിസ്സഹായരായി നിന്നപ്പോൾ എഡ്മണ്ട് ഹിലാരിയുടെ കണ്ണുകൾ ഒരു ചെറിയ സാധ്യതയെ തേടുകയായിരുന്നു. പരാജയപ്പെട്ടു മടങ്ങാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ആ പാറക്കെട്ടിനും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭീമാകാരമായ മഞ്ഞുപാളിക്കുമിടയിൽ ഒരു ചെറിയ വിടവ് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു മനുഷ്യന് കഷ്ടിച്ച് ശരീരം ഞെരുക്കി കയറിപ്പോകാൻ മാത്രം വലിപ്പമുള്ളൊരു വിടവ്. അത് അപകടം നിറഞ്ഞൊരു വഴിയായിരുന്നു. ആ മഞ്ഞുപാളി എപ്പോൾ വേണമെങ്കിലും അടർന്നു വീഴാം. അങ്ങനെ സംഭവിച്ചാൽ അവർ രണ്ടുപേരും ആയിരക്കണക്കിനടി താഴ്ചയിലേക്ക് പതിക്കും. ഓർമ്മ പോലും ബാക്കിയുണ്ടാകില്ല. പക്ഷേ ആ നിമിഷത്തിൽ അതല്ലാതെ മറ്റൊരു വഴി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഹിലാരി ടെൻസിങ്ങിനെ നോക്കി. വാക്കുകൾ ആവശ്യമില്ലാത്തൊരു നോട്ടമായിരുന്നു അത്. ഞാൻ ശ്രമിക്കാം എന്ന ഹിലാരിയുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. ടെൻസിംഗ് തലയാട്ടി. അദ്ദേഹം താഴെ പാറയിൽ തന്റെ ഐസാക്സ് കൊണ്ട് ആഞ്ഞുവെട്ടി കാലുറപ്പിച്ചു നിന്നു. കയറിന്റെ ഒരറ്റം ഹിലാരിയുടെ അടയിലും മറ്റേ അറ്റം ടെൻസിങ്ങിന്റെ കയ്യിലുമായിരുന്നു. ഹിലാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തെ താങ്ങി നിർത്താൻ ടെൻസിങ്ങിന് കഴിയണം. അതൊരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. ഹിലാരി പതുക്കെ ആ വിടവിലേക്ക് ശരീരം നുഴച്ചു. പുറകിൽ ഭാരമുള്ള ഓക്സിജൻ സിലിണ്ടർ തടസ്സമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓരോ ഇഞ്ചും മുന്നോട്ട് നീങ്ങാൻ അദ്ദേഹം പാടുപെട്ടു. പാറയിലെ തണുപ്പ് കൈകളിലൂടെ ശരീരത്തിലേക്ക് അരിച്ചു കയറി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലെത്തുക എന്നതിൽ മാത്രമായിരുന്നു. ഓരോ ചുവടും മുകളിലേക്ക് വയ്ക്കുമ്പോൾ താഴേക്ക് പതിക്കാനുള്ള സാധ്യത കൂടി വരികയായിരുന്നു. താഴെ ടെൻസിംഗ് ശ്വാസം അടക്കിപ്പിടിച്ചു നിൽക്കുകയാണ്. കയറിലെ നേരിയ ചലനങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതൊരു നീണ്ട നിമിഷം പോലെ തോന്നി. ഒടുവിൽ ഹിലാരിയ പാറക്കെട്ടിന് മുകളിലെത്തി. അദ്ദേഹം തളർന്നിരുന്നു. പക്ഷെ വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു. അദ്ദേഹം വേഗം ടെൻസിങ്ങിന് മുകളിലേക്ക് കയറി വരാനായി കയറ് വലിച്ചു മുറുക്കി. ഹിലാരി കയറിയതിനേക്കാൾ വേഗത്തിൽ, അതിശയകരമായ വേഗത്തിൽ ടെൻസിംഗ് ആ പാറക്കെട്ട് കയറി. അദ്ദേഹത്തിന്റെ ശരീരം ആ ഉയരങ്ങളുമായി അത്രയധികം ഇണങ്ങിച്ചേർന്നിരുന്നു. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഏറ്റവും വലിയ കടമ്പ അവർ കടന്നിരിക്കുന്നു. ഇനി കൊടുമുടി അധികം ദൂരെയല്ല. ആത്മവിശ്വാസം അവരിൽ വീണ്ടും നിറഞ്ഞു. അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ നടത്തത്തിന് വേഗത കൂടിയിട്ടുണ്ട്. ഓരോ ചുവടും അവരെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. മലനിരയുടെ ചരിവ് പതിയെ കുറഞ്ഞു വന്നു. മുന്നിലൊരു ചെറിയ മൺകൂന പോലൊന്ന് കാണാമായിരുന്നു. അതാണോ കൊടുമുടി? അവർ വേഗത്തിൽ നടന്നു. ആ മൺകൂനയ്ക്ക് മുകളിൽ കയറിയപ്പോൾ അവർ കണ്ടു, അല്ല, അതല്ല, കുറച്ചുകൂടി മുന്നോട്ടു പോകാനുണ്ട്. ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവരുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവർക്ക് തന്നെ കേൾക്കാമായിരുന്നു. കാലുകൾ തളർന്നിരുന്നു. പക്ഷെ മനസ്സ് അവരെ മുന്നോട്ട് നയിച്ചു.
ഓരോ ചുവടും ഓരോ ശ്വാസവും ചരിത്രത്തിലേക്കുള്ള ചുവടുകളായിരുന്നു അത്. ഒടുവിൽ അവർ ആ നിമിഷത്തിലെത്തി. 1953 മെയ് 29 രാവിലെ 11:30 മണി. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും ലോകത്തിന്റെ നെറുകയിൽ കാലുകുത്തി. അവിടെ എത്തിയപ്പോൾ അവർക്ക് ചുറ്റും നിശബ്ദത മാത്രമായിരുന്നു. ആകാശത്തിന്റെ നീലിമയും താഴെ വെളുത്ത മേഘങ്ങളുടെ ഒരു കടലും. അവർക്ക് താഴെയായി മക്കാളു, ലോഡ്സെ, കഞ്ചൻജംഗ തുടങ്ങിയ ഹിമാലയത്തിലെ മറ്റു ഭീമാകാരന്മാർ തലയുയർത്തി നിൽക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഹിലാരി ആദ്യം ചെയ്തത് തന്റെ കയ്യുറകൾ അഴിച്ച് ടെൻസിങ്ങിന് നേരെ കൈനീട്ടുകയായിരുന്നു. അവർ പരസ്പരം കൈകൊടുത്തു. എന്നാൽ ടെൻസിങ്ങിന് അതൊരു സാധാരണ നിമിഷമായിരുന്നില്ല. അദ്ദേഹം ഹിലാരിയെ കെട്ടിപ്പിടിച്ചു. ആലിംഗനത്തിൽ അവരുടെ വർഷങ്ങളുടെ സ്വപ്നവും പ്രയത്നവും അതിജീവനവും എല്ലാം അടങ്ങിയിരുന്നു. ഹിലാരി തന്റെ ക്യാമറ പുറത്തെടുത്ത് ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി. ലോകം പിന്നീട് ആഘോഷിച്ച ടെൻസിംഗ് ഐസ് ആക്സ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ പ്രശസ്തമായ ചിത്രം അദ്ദേഹം പകർത്തി. ടെൻസിംഗ് ഹിലാരിയുടെ ചിത്രം എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ക്യാമറ പ്രവർത്തിപ്പിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് എവറസ്റ്റിന് മുകളിൽ നിൽക്കുന്ന ഹിലാരിയുടെ ഒരു ചിത്രം പോലുമില്ലാത്തത്. ടെൻസിംഗ് തന്റെ ബാഗിൽ നിന്നും കുറച്ചു മിഠായികളും ബിസ്ക്കറ്റുകളും പുറത്തെടുത്തു. ഒരു ബുദ്ധമത വിശ്വാസിയായ അദ്ദേഹം ആ കൊടുമുടിക്ക്, ആ ദേവതയ്ക്ക് തന്റെ ചെറിയ സമ്മാനങ്ങൾ സമർപ്പിച്ചു. അത് ആ മലയോടുള്ള അദ്ദേഹത്തിന്റെ നന്ദി പ്രകടനമായിരുന്നു. ഹിലാരി കേണൽ ഹണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന ഒരു ചെറിയ കുരിശും മഞ്ഞിൽ നിക്ഷേപിച്ചു. അവരവിടെ ആകെ ചെലവഴിച്ചത് 15 മിനിറ്റ് മാത്രമാണ്. പക്ഷേ ആ 15 മിനിറ്റ് അവരുടെ ജീവിതത്തിലെയും മനുഷ്യ ചരിത്രത്തിലെയും സുവർണ നിമിഷങ്ങളായിരുന്നു. ഓക്സിജൻ തീർന്നു തുടങ്ങുന്നതിന് മുൻപ് അവർക്ക് താഴെ ഇറങ്ങണമായിരുന്നു. കയറ്റത്തേക്കാൾ അപകടം പിടിച്ചതാണ് പലപ്പോഴും ഇറക്കം. ക്ഷീണിച്ച ശരീരവും മനസ്സുമായി താഴേക്കിറങ്ങുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അവർ അതിവേഗം താഴേക്കിറങ്ങാൻ തുടങ്ങി. ഹിലാരി സ്റ്റെപ്പ് വീണ്ടും അവർക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായി. പക്ഷേ ഇപ്പോൾ അവർക്ക് അത് കീഴടക്കാനുള്ള വഴി അറിയാമായിരുന്നു. അവർ ശ്രദ്ധയോടെ താഴെ ഇറങ്ങി. സൗത്ത് സമ്മിറ്റ് പിന്നിട്ട് അവർ സൗത്ത് കോളിലുള്ള ക്യാമ്പിലേക്ക് നടന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് സൗത്ത് കോളിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ അവർ ദൂരെ ഒരാളെ കണ്ടു. അവരുടെ സംഘംഗമായ ജോർജ് ലോയായിരുന്നു അത്. അദ്ദേഹം അവർക്കായി ചൂടുള്ള സൂപ്പുമായി കാത്തിരിക്കുകയായിരുന്നു. ഹിലാരിയും ടെൻസിങ്ങും തളർന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ പരാജയപ്പെട്ടു എന്നാണ് ലോ ആദ്യം കരുതിയത്. അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ ലോയോട് ഹിലാരി തന്റെ മുഖത്തെ ഓക്സിജൻ മാസ്ക് മാറ്റിയ ശേഷം ആ ചരിത്രപരമായ വാക്കുകൾ പറഞ്ഞു. വെൽ ജോർജ്, വി നോക്ക്ഡ് ദ ബാസ്റ്റാർഡ് ഓഫ്. ആ വാർത്ത കേട്ടപ്പോൾ ജോർജ് ലോയുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ചു. ആ വിജയം അവരുടേത് മാത്രമായിരുന്നില്ല, ആ യാത്രയുടെ ഭാഗമായ ഓരോരുത്തരുടേതുമായിരുന്നു. താഴെ ബേസ് ക്യാമ്പിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേണൽ ഹണ്ടിന്റെയും മറ്റ് സംഘങ്ങളുടെയും അടുത്തേക്ക് ആ വാർത്ത എത്തിക്കാൻ അവർ തിടുക്കം കൂട്ടി. സൗത്ത് കോളിലെ ക്യാമ്പിലെത്തിയപ്പോൾ അവർ പൂർണ്ണമായും തളർന്നിരുന്നു. പക്ഷേ അവരുടെ മുഖത്ത് അതുവരെയില്ലാത്ത ഒരു തിളക്കമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കീഴടക്കിയതിന്റെ തിളക്കം. അവർ ആ രാത്രി ആ ചെറിയ ടെന്റിൽ ഭൂമിയിലെ ഏറ്റവും വിജനമായ ആ സ്ഥലത്ത് ഒരു പുതിയ ചരിത്രം രചിച്ചതിന്റെ സംതൃപ്തിയോടെ ഉറങ്ങി. അവരുടെ ശ്വാസനിശ്വാസങ്ങൾക്ക് പോലും വിജയത്തിന്റെ താളമുണ്ടായിരുന്നു. സൗത്ത് കോളിലെ തണുത്തുറഞ്ഞ രാത്രിക്ക് ശേഷം പുലരിയുടെ ആദ്യ കിരണങ്ങൾ അവരുടെ ടെന്റിന് മുകളിൽ പതിച്ചപ്പോൾ ഹിലാരിയും ടെൻസിങ്ങും ഉണർന്നു. അവരുടെ ശരീരത്തിൽ ക്ഷീണം അപ്പോഴും തങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു പുതിയ ചരിത്രം പിറന്നതിന്റെ ഊർജം അവരുടെ ഓരോ ചലനത്തിലും കാണാമായിരുന്നു. താഴെ ബേസ് ക്യാമ്പിൽ കേണൽ ഹണ്ടും സംഘവും ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. കൊടുമുടിയിലേക്ക് പോയവരിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അവർ വിജയിച്ചു, അതോ പരാജയപ്പെട്ടോ, അതോ എവറസ്റ്റിന്റെ മഞ്ഞുമലകളിൽ മറ്റൊരു ദുരന്തകഥ കൂടി എഴുതി ചേർക്കപ്പെട്ടോ? ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. റേഡിയോ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഹിലാരിയും ടെൻസിങ്ങും താഴേക്കുള്ള യാത്ര തുടങ്ങി. അവരുടെ ഓരോ ചുവടും ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയായിരുന്നു. ഖുംബു മഞ്ഞുപാളിയുടെ ഗർത്തങ്ങളെയും അടർന്നു വീഴാൻ വെമ്പി നിൽക്കുന്ന മഞ്ഞുമലകളെയും അവർക്കിപ്പോൾ ഭയമില്ലായിരുന്നു. ആ ഭീമാകാരനെ അവർ കീഴടക്കിയിരിക്കുന്നു എന്ന ചിന്ത അവർക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. അവർ ക്യാമ്പ് 4 നിന്നും താഴെയിറങ്ങി വെസ്റ്റേൺ ക്വം എന്ന വിശാലമായ മഞ്ഞുതാഴ്വരയിലൂടെ നടന്നു. ദൂരെ
ബേസ് ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ അവരെ കാണാനായി മുകളിലേക്ക് വരുന്നത് അവർ കണ്ടു. അവരടുത്തേക്കെത്തിയപ്പോൾ ഹിലാരി കൈകൾ കൊണ്ട് വിജയചിഹ്നം കാണിച്ചു. ആ വാർത്ത ഒരു കാട്ടുതീ പോലെ പടർന്നു. ബേസ് ക്യാമ്പിൽ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങി. ആളുകൾ പരസ്പരം കെട്ടിപ്പിടിച്ചു. അവർ കരുതി വച്ചിരുന്ന പടക്കങ്ങൾ പൊട്ടിച്ചു. കേണൽ ഹണ്ടിന്റെ മുഖത്ത് അഭിമാനവും ആശ്വാസവും ഒരുപോലെ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കൃത്യമായ ആസൂത്രണം, ഒരു സംഘമെന്ന നിലയിലുള്ള ഒത്തൊരുമ, മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം എല്ലാം ലക്ഷ്യം കണ്ടിരിക്കുന്നു. ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തിയ ഹിലാരിക്കും ടെൻസിങ്ങിനും വീരോചിതമായ വരവേൽപ്പാണ് ലഭിച്ചത്. പക്ഷേ ആ വിജയം ലോകത്തെ അറിയിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഇന്നത്തെ പോലെ സാറ്റലൈറ്റ് ഫോണുകളോ ഇന്റർനെറ്റോ ഇല്ലാത്ത കാലം. ഈ വാർത്ത ഏറ്റവും വേഗത്തിൽ ലണ്ടനിലെത്തിക്കണം. കാരണം ഈ യാത്രയുടെ പ്രധാന സാമ്പത്തിക പിന്തുണ നൽകിയത് ലണ്ടനിലെ ടൈംസ് പത്രമായിരുന്നു. അവർക്ക് മാത്രമായിരുന്നു ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം. അവരൊരു രഹസ്യ കോഡ് തയ്യാറാക്കിയിരുന്നു. സ്നോ കണ്ടീഷൻസ് ബാഡ് എന്ന സന്ദേശം ലഭിച്ചാൽ അതിനർത്ഥം കൊടുമുടി കീഴടക്കി എന്നായിരുന്നു. അഡ്വാൻസ് ബേസ് അബാൻഡൻഡ് എന്നാൽ ഹിലാരിയാണ് വിജയിച്ചതെന്നും, അവെയിറ്റിംഗ് ഇംപ്രൂവ്മെന്റ് എന്നാൽ ടെൻസിംഗ് ആണ് വിജയിച്ചതെന്നുമായിരുന്നു കോഡ്. ജെയിംസ് മോറിസ് എന്ന ടൈംസ് ലേഖകൻ ഈ സന്ദേശവുമായി ബേസ് ക്യാമ്പിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് കുതിച്ചു. കാൽനടയായും ഇടയ്ക്ക് ജീപ്പിലുമായി അതിവേഗത്തിലായിരുന്നു ആ യാത്ര. കാഠ്മണ്ഡുവിലെ ബ്രിട്ടീഷ് എംബസിയിൽ നിന്നും ഈ സന്ദേശം ടെലിഗ്രാഫ് വഴി ലണ്ടനിലേക്ക് അയച്ചു. കൃത്യസമയത്താണ് ആ വാർത്ത ലണ്ടനിലെത്തിയത്. 1953 ജൂൺ 2. അന്ന് എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണ ദിവസം കൂടിയായിരുന്നു. പുതിയൊരു രാജ്ഞി അധികാരമേൽക്കുന്ന അതേ ദിവസം ബ്രിട്ടീഷ് പര്യവേക്ഷണ സംഘം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വന്നപ്പോൾ ബ്രിട്ടനിലെ ജനങ്ങളുടെ ആവേശം അണപൊട്ടി. അതൊരു വലിയ ആഘോഷമായി മാറി. തെരുവുകളിൽ ആളുകൾ നൃത്തം ചെയ്തു. എലിസബത്ത് രാജ്ഞിക്ക് കിരീടധാരണ സമ്മാനമായി ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായി ആ വിജയം വാഴ്ത്തപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ലോകമുണർന്നത് ആ വാർത്ത കേട്ടുകൊണ്ടാണ്. എവറസ്റ്റ് കീഴടക്കിയെന്ന തലക്കെട്ടോടെ പത്രങ്ങൾ പുറത്തിറങ്ങി. എഡ്മണ്ട് ഹിലാരിയുടെയും ടെൻസിംഗ് നോർഗയുടെയും പേരുകൾ ലോകം മുഴുവൻ അറിഞ്ഞു. ന്യൂസിലൻഡിലെ ഒരു സാധാരണ തേനീച്ച കർഷകനും നേപ്പാളിലെ ഒരു ഷെർപ്പയും ലോകമെമ്പാടും ഹീറോകളായി മാറി. അവർ കാഠ്മണ്ഡുവിൽ തിരിച്ചെത്തിയപ്പോൾ അവരെ കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. നേപ്പാൾ രാജാവ് ത്രിഭുവൻ അവർക്ക് വലിയ സ്വീകരണം നൽകി. ടെൻസിംഗ് നോർഗയെ നേപ്പാളിന്റെ വീരപുത്രനായി പ്രഖ്യാപിച്ചു. എന്നാൽ ആ വിജയത്തോടൊപ്പം ഒരു വിവാദവും തലപൊക്കി. ആരാണ് ആദ്യം കൊടുമുടിയിൽ കാലുകുത്തിയത്? ഹിലാരിയോ അതോ ടെൻസിംഗോ? മാധ്യമങ്ങൾ ഈ ചോദ്യം ഒരു വലിയ ചർച്ചയാക്കി. ചിലർ പറഞ്ഞു ഒരു പാശ്ചാത്യനായ ഹിലാരിക്ക് ആ ബഹുമതി നൽകാൻ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന്. മറ്റു ചിലർ പറഞ്ഞു ഷെർപ്പയായ ടെൻസിംഗിനെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന്. പക്ഷെ ആ ചോദ്യത്തിന് ഹിലാരിയും ടെൻസിംഗും നൽകിയ മറുപടി ഒന്നുതന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു സംഘമായാണ് അവിടെ എത്തിയത്. ആരാണ് ആദ്യം കാലുകുത്തിയത് എന്നതിന് ഒരു പ്രസക്തിയുമില്ല. വർഷങ്ങളോളം അവർ ആ രഹസ്യം കാത്തു സൂക്ഷിച്ചു. അതവരുടെ സൗഹൃദത്തിന്റെ ആഴം കൂടിയാണ് കാണിക്കുന്നത്. പിന്നീട് ടെൻസിംഗിന്റെ മരണശേഷം ഹിലാരി തന്റെ ആത്മകഥയായ ഹൈ അഡ്വഞ്ചറിൽ ആ സത്യം വെളിപ്പെടുത്തി. ഞാനാണ് ആദ്യം കാലുകുത്തിയത്, തൊട്ടുപിന്നാന് ടെൻസിംഗും വന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടത് അതൊരു ടീം വർക്കിന്റെ വിജയമായിരുന്നു. ടെൻസിംഗ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് സാധിക്കുമായിരുന്നില്ല. ഈ വിജയത്തിന് ശേഷം ഹിലാരിയെയും ജോൺ ഹണ്ടിനെയും ബ്രിട്ടീഷ് രാജ്ഞി സർ പദവി നൽകി ആദരിച്ചു. ടെൻസിംഗിന് ജോർജ് മെഡലും ലഭിച്ചു. അവരുടെ ജീവിതം അതോടെ മാറിമറിഞ്ഞു. ഹിലാരി പിന്നീട് തന്റെ ജീവിതം ഷെർപ്പകളുടെ ഉന്നമനത്തിനായി മാറ്റിവെച്ചു. നേപ്പാളിലെ ഗ്രാമങ്ങളിൽ അദ്ദേഹം സ്കൂളുകൾ നിർമ്മിച്ചു, ആശുപത്രികൾ പണിതു, വിമാനത്താവളങ്ങളുണ്ടാക്കി. ഹിമാലയൻ ട്രസ്റ്റ് എന്ന സംഘടന രൂപീകരിച്ച് അദ്ദേഹം ആ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. തന്നെ ഒരു ലോക ഹീറോയാക്കി മാറ്റിയ ആ ജനതയോടുള്ള അദ്ദേഹത്തിന്റെ നന്ദി പ്രകടനമായിരുന്നു അത്. ടെൻസിംഗ് നോർഗെ ഡാർജിലിംഗിൽ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പുതിയ തലമുറയിലെ പർവ്വതാരോഹകർക്ക് പരിശീലനം നൽകി അദ്ദേഹം തന്റെ അറിവും അനുഭവവും അവർക്ക് പകർന്നു നൽകി. അവരുടെ ആ യാത്ര വെറുമൊരു പർവ്വതാരോഹണമായിരുന്നില്ല,
അത് രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ, രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ളൊരു ഒത്തുചേരലായിരുന്നു. ഒരാളുടെ കായികക്ഷമതയും മറ്റൊരാളുടെ അനുഭവ പരിചയവും, ഒരാളുടെ നിശ്ചയദാർഢ്യവും മറ്റൊരാളുടെ പർവ്വതത്തോടുള്ള ഭക്തിയും. ഇതെല്ലാം ഒന്നു ചേർന്നപ്പോഴാണ് അസാധ്യമെന്ന് കരുതിയ ആ സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷവും എവറസ്റ്റിന്റെ നെറുകയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആ രണ്ട് മുഖങ്ങളാണ്. കഠിനാധ്വാനവും പരസ്പര വിശ്വാസവും പ്രകൃതിയോടുള്ള ബഹുമാനവുമുണ്ടെങ്കിൽ മനുഷ്യൻ എന്തും നേടാൻ കഴിയുമെന്ന വലിയ സന്ദേശമാണ് അവരുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ആ മഞ്ഞുമലകളിൽ അവർ കോറിയിട്ട കാൽപ്പാടുകൾ കാലം മായ്ച്ചു കളഞ്ഞിരിക്കാം. പക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അവർ കുറിച്ചിട്ട ആ സുവർണ അധ്യായം ഒരിക്കലും മാഞ്ഞുപോകില്ല. അതെക്കാലവും പുതിയ തലമുറകൾക്ക് പ്രചോദനമായി ഒരു വഴികാട്ടിയായി നിലനിൽക്കും. എഡ്മണ്ട് ഹിലാരിയുടെയും ടെൻസിംഗ് നോർഗയുടെയും ആ ചരിത്ര വിജയത്തിനു ശേഷം എവറസ്റ്റ് എന്ന പേര് ലോകമെമ്പാടുമുള്ള സാഹസികരുടെ സ്വപ്നഭൂമിയായി മാറി. അവർ തുറന്നിട്ട ആ വഴിയിലൂടെ പിന്നീട് ആയിരക്കണക്കിന് മനുഷ്യർ ആകാശത്തിന്റെ നെറുകയിലേക്ക് യാത്ര തുടങ്ങി. ഓരോ യാത്രയും ഓരോ പുതിയ കഥകൾ എഴുതി ചേർത്തു. 1953 ആ യാത്രയ്ക്ക് ശേഷം എവറസ്റ്റ് കീഴടക്കാൻ ഇനി ആർക്ക് സാധിക്കുമെന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിയിരുന്നത്. പല രാജ്യങ്ങളും തങ്ങളുടെ സ്വന്തം പര്യവേക്ഷണ സംഘങ്ങളെ അയക്കാൻ തുടങ്ങി. സ്വിറ്റ്സർലൻഡ്, അമേരിക്ക, ഇന്ത്യ, ചൈന, ജപ്പാൻ ഓരോരുത്തരും എവറസ്റ്റിന്റെ നെറുകയിൽ തങ്ങളുടെ പതാക നാട്ടാൻ ആഗ്രഹിച്ചു. 1956 ഒരു സ്വിസ് സംഘം എവറസ്റ്റ് കീഴടക്കി. ആദ്യ വിജയത്തിന് ശേഷമുള്ള രണ്ടാമത്തെ മാത്രം വിജയം. എന്നാൽ അതിനുശേഷം വന്ന പല ശ്രമങ്ങളും പരാജയത്തിലാണ് കലാശിച്ചത്. 1960 ഒരു ഇന്ത്യൻ സംഘം ക്യാപ്റ്റൻ MS കോഹ്ലിയുടെ നേതൃത്വത്തിൽ കൊടുമുടിക്ക് വെറും 200 മീറ്റർ താഴെ വരെ എത്തി. പക്ഷേ അതിശക്തമായ മഞ്ഞുവീഴ്ചയും കാറ്റും കാരണം അവർക്ക് തിരികെ ഇറങ്ങേണ്ടി വന്നു. അത് വലിയൊരു നിരാശയായിരുന്നു. പക്ഷേ ഇന്ത്യ പിന്മാറിയില്ല. 1962 വീണ്ടും ശ്രമിച്ചു. അതും പരാജയപ്പെട്ടു. എന്നാൽ 1965 അതേ ക്യാപ്റ്റൻ MS കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വീണ്ടും എവറസ്റ്റിന്റെ മണ്ണിലെത്തി. ഇത്തവണ അവർക്ക് വിജയിച്ചേ മതിയാവുകയുള്ളായിരുന്നു. മുൻപത്തെ പരാജയങ്ങളിൽ നിന്നും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ, കൃത്യമായ ആസൂത്രണം. ഇത്തവണ അവർ 9 പേരെയാണ് കൊടുമുടിയിലേക്ക് അയച്ചത്. അതൊരു ലോക റെക്കോർഡായിരുന്നു. അതുവരെ ഒരു സംഘത്തിനും അത്രയധികം പേരെ ഒരുമിച്ച് കൊടുമുടിയിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ആ 9 പേർ എവറസ്റ്റിന്റെ നെറുകയിൽ ഇന്ത്യൻ പതാക നാട്ടിയപ്പോൾ അതൊരു രാജ്യത്തിന്റെ മുഴുവൻ വിജയമായി മാറി. ഇതേ കാലഘട്ടത്തിൽ തന്നെ പർവ്വതാരോഹണത്തിൽ പുതിയ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. 1963 ഒരു അമേരിക്കൻ സംഘം അതുവരെ ആരും ശ്രമിക്കാത്ത ഒരു വഴിയിലൂടെ എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിച്ചു. വെസ്റ്റ് റിഡ്ജ് എന്നറിയപ്പെടുന്ന കൂടുതൽ അപകടം നിറഞ്ഞതും ദുർഘടവുമായ പാത. ടോം ഹോൺബീൻ, വില്ലി അൺസോൾഡ് എന്നീ 2 പർവ്വതാരോഹകർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ ആ പുതിയ വഴിയിലൂടെ കൊടുമുടിയിലെത്തി ചരിത്രത്തിൽ ആദ്യമായി എവറസ്റ്റിന്റെ ഒരു വശത്തുകൂടി കയറി മറുവശത്തുകൂടി ഇറങ്ങി. അതൊരു വലിയ നേട്ടമായിരുന്നു. പക്ഷേ ആ യാത്രയിൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. താഴെ ഇറങ്ങുന്ന വഴിയിൽ 28,000 അടി ഉയരത്തിൽ അവർക്ക് തുറന്ന സ്ഥലത്ത് രാത്രി കഴിച്ചുകൂട്ടേണ്ടി വന്നു. അതിശൈത്യത്തിൽ അവരുടെ വിരലുകൾ മരവിച്ചുപോയി. പിന്നീട് അവ മുറിച്ചു മാറ്റേണ്ടി വന്നു. സ്ത്രീകളും എവറസ്റ്റ് കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. 1975 ജപ്പാനിൽ നിന്നുള്ള ജുങ്കോ താബെയ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ വനിതയായി അവർ ചരിത്രത്തിൽ ഇടം നേടി. അവരുടെ യാത്രയും അത്ര എളുപ്പമായിരുന്നില്ല. ക്യാമ്പ് 2 വെച്ച് ഒരു വലിയ ഹിമപാതത്തിൽ അവരുടെ ടെന്റ് പൂർണ്ണമായും മഞ്ഞിനടിയിലായി. അവർക്ക് ബോധം നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ഷെർപ്പയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ അപകടത്തിന് വെറും 12 ദിവസങ്ങൾക്ക് ശേഷം അതേ ജുങ്കോ താബെയ് എവറസ്റ്റിന്റെ നെറുകയിൽ കാലുകുത്തി. അത് സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി മാറി. എന്നാൽ എവറസ്റ്റ് കീഴടക്കലിന്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ അധ്യായം എഴുതിച്ചേർത്തത് റെയിൻഹോൾഡ് മെസ്നർ എന്ന ഇറ്റാലിയൻ പർവ്വതാരോഹകനായിരുന്നു. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് ഡെത്ത് സോൺ എന്നറിയപ്പെടുന്ന 26,000 അടിക്ക് മുകളിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ മനുഷ്യൻ അതിജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു. ആ ധാരണയെയാണ് മെസ്നർ തിരുത്തിയെഴുതിയത്. 1978 റെയിൻഹോൾഡ് മെസ്നറും അദ്ദേഹത്തിന്റെ സുഹൃത്തായ പീറ്റർ ഹാബ്ലറും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിച്ചു.
ശാസ്ത്രലോകം ഒന്നടങ്കം പറഞ്ഞു അത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന്. തലച്ചോറിന് തകരാറുകൾ സംഭവിക്കുമെന്നും മരണമായിരിക്കും ഫലമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ മെസ്നർ പിന്മാറിയില്ല. മനുഷ്യ ശരീരത്തിന്റെ അതിജീവന ശേഷിയുടെ അവസാനത്തെ പരീക്ഷണമായിരുന്നു അത്. അവർ യാത്ര തുടങ്ങി. ഓരോ ചുവടും അവർക്ക് നരകതുല്യമായിരുന്നു. ശ്വാസമെടുക്കാൻ അവർ ഒരുപാട് പ്രയാസപ്പെട്ടു. കാഴ്ച മങ്ങി, ശരീരം തളർന്നു. താനൊരു ഭ്രേതത്തെപ്പോലെയാണ് മല കയറുന്നത് എന്ന് മെസ്നർ പിന്നീട് എഴുതി. പക്ഷേ അവരുടെ ഇച്ഛാശക്തി ശരീരത്തിന്റെ പരിമിതികളെ മറികടന്നു. അവർ എവറസ്റ്റിന്റെ നെറുകയിൽ ഓക്സിജൻ സിലിണ്ടറില്ലാതെ കാലുകുത്തി. അതൊരു വിപ്ലവകരമായ നേട്ടമായിരുന്നു. മനുഷ്യൻ എന്തൊക്കെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അത് മാറ്റിമറിച്ചു. അതുകൊണ്ട് മെസ്നർ നിർത്തിയില്ല. 2 വർഷങ്ങൾക്ക് ശേഷം 1980-ൽ അദ്ദേഹം വീണ്ടും എവറസ്റ്റിലേക്ക് തിരിച്ചുപോയി. ഇത്തവണ ഒറ്റയ്ക്ക്, അതും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ. കൊടുമുടിയുടെ വടക്ക് ഭാഗത്തുകൂടിയുള്ള ദുർഘടമായ വഴിയിലൂടെയായിരുന്നു ആ യാത്ര. ഒരു സഹായവുമില്ലാതെ സ്വന്തം സാധനങ്ങൾ ചുമന്ന് അദ്ദേഹം ആ ഭീമാകാരമായ പർവ്വതത്തെ ഒറ്റയ്ക്ക് നേരിട്ടു. യാത്രക്കിടയിൽ ഒരു മഞ്ഞുപാളിയിലേക്ക് അദ്ദേഹം വഴുതിപ്പോയി. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ദിവസങ്ങൾ നീണ്ട ആ ഏകാന്ത പോരാട്ടത്തിനൊടുവിൽ റെയിൻഹോൾഡ് മെസ്നർ എന്ന മനുഷ്യൻ ചരിത്രത്തിലാദ്യമായി എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കി. ഈ വിജയകഥകൾക്കിടയിലും എവറസ്റ്റ് ഒരുപാട് ദുരന്തങ്ങൾക്കും സാക്ഷിയായി. ഓരോ വർഷവും നിരവധി പേർക്ക് ആ മഞ്ഞുമലകളിൽ ജീവൻ നഷ്ടപ്പെട്ടു. കാലാവസ്ഥയുടെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഹിമപാതങ്ങൾ, ഉയരത്തിന്റെ പ്രശ്നങ്ങൾ, അപകടങ്ങൾ പല രൂപത്തിൽ അവിടെ പതിയിരിക്കുന്നുണ്ടായിരുന്നു. 1996-ലെ ദുരന്തം അത്തരത്തിലൊന്നായിരുന്നു. ആ വർഷം മെയ് മാസത്തിൽ ഒരു ദിവസം മാത്രം 8 പേരാണ് എവറസ്റ്റിൽ മരണപ്പെട്ടത്. കൊടുമുടി കീഴടക്കി തിരിച്ചിറങ്ങുകയായിരുന്ന പല സംഘങ്ങളും പെട്ടെന്നുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. റോബ് ഹോൾ, സ്കോട്ട് ഫിഷർ തുടങ്ങിയ ലോകപ്രശസ്തരായ പർവ്വതാരോഹകർ വരെ ആ ദുരന്തത്തിൽ മരണമടഞ്ഞു. ഇൻ ടു തിൻ എയർ എന്ന പേരിൽ ജോൺ ക്രാക്കോവർ എഴുതിയ പുസ്തകം ആ ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. പർവ്വതാരോഹണത്തിലെ വാണിജ്യവൽക്കരണവും പരിചയം സമ്പന്നരല്ലാത്തവരെ പോലും പണം വാങ്ങി കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയും ആ ദുരന്തത്തിന് കാരണമായെന്ന് പലരും വിശ്വസിക്കുന്നു. എങ്കിലും എവറസ്റ്റ് മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. പുതിയ റെക്കോർഡുകൾ പിറന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും പ്രായം കൂടിയാൾ, ഏറ്റവും പ്രായം കുറഞ്ഞയാൾ, കാഴ്ചയില്ലാത്തയാൾ, കാലുകളില്ലാത്തയാൾ, അങ്ങനെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ അതിജീവിച്ച് നിരവധി പേർ ആ കൊടുമുടി കീഴടക്കി. ആപ്പ ഷെർപ്പ, ഫുർബാതാഷി ഷെർപ്പ തുടങ്ങിയ ഷെർപ്പകൾ 21 തവണയോളം എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ചു. അത് അവരുടെ ജോലിയുടെ ഭാഗമായിരുന്നെങ്കിലും ഓരോ യാത്രയും ഓരോ പുതിയ പോരാട്ടമായിരുന്നു. ഇന്ന് എവറസ്റ്റ് പർവ്വതാരോഹണം ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുന്നു. എല്ലാ വർഷവും 100 കണക്കിന് ആളുകൾ ബേസ് ക്യാമ്പിലെത്തുന്നു. പക്ഷേ ആ തിരക്കിനിടയിലും എവറസ്റ്റ് അതിൻ്റെ ഗാംഭീര്യം നിലനിർത്തുന്നു. മനുഷ്യൻ എത്രയൊക്കെ ശ്രമിച്ചാലും പ്രകൃതിയാണ് അവസാന വാക്ക് എന്ന് അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹിലാലിയും ടെൻസിങ്ങും നടന്ന അതേ വഴിയിലൂടെ അവരുടെ അതേ സ്വപ്നം നെഞ്ചിലേറ്റി പുതിയ തലമുറയിലെ സാഹസികർ ഇന്നും ആ മഞ്ഞുമലകൾ കയറുന്നു. ഓരോ യാത്രയും 1953-ൽ തുടങ്ങിയ ആ ഇതിഹാസ കഥയുടെ പുതിയൊരധ്യായം എഴുതി ചേർക്കുകയാണ്. എവറസ്റ്റിന്റെ കഥ കൊടുമുടികൾ കീഴടക്കിയവരുടെ മാത്രം കഥയല്ല. അതിൻ്റെ നിഴലിൽ ജീവിക്കുന്ന, അതിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു ജനതയുടെ കൂടി കഥയാണ്. ഷെർപ്പകൾ. അവരുടെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കുക എന്നത് മിക്കവർക്കും അസാധ്യമാണ്. ടെൻസിംഗ് നോർഗയുടെ വിജയത്തിന് ശേഷം ഷെർപ്പകൾ ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി. പക്ഷേ അവരുടെ ജീവിതം എപ്പോഴും ആ മഞ്ഞുമലകൾക്കിടയിൽ ഒതുങ്ങി നിന്നു. ഒരു ഷെർപ്പയായി ജനിക്കുക എന്നാൽ ചെറുപ്പത്തിലെ പർവ്വതങ്ങളെ അറിഞ്ഞു തുടങ്ങുക എന്നാണർത്ഥം. അവരുടെ ശിരകളിലോടുന്ന രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഉയർന്ന പ്രദേശങ്ങളിലെ ഓക്സിജൻ കുറഞ്ഞ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവരുടെ ശരീരത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഉയരങ്ങളിൽ അവർക്ക് അനായാസം ഭാരം ചുമന്നു നടക്കാൻ കഴിയുന്നത്. ഒരു പർവ്വതാരോഹണ സംഘം എത്തുമ്പോൾ അവരുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഷെർപ്പകളുടെ സാന്നിധ്യമുണ്ടാകും. ബേസ് ക്യാമ്പിൽ ടെന്റുകൾ കെട്ടുന്നതു മുതൽ കൊടുമുടിയിലേക്കുള്ള വഴിക്ക് കയറുകൾ സ്ഥാപിക്കുന്നതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ്. അവർ വഴികാട്ടികളാണ്, ചുമട്ടുകാരാണ്, പാചകക്കാരാണ്,
അതിലുപരി അപകടങ്ങളിൽ രക്ഷകരാകുന്ന മാലാഖമാരാണ്. ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഐസ്ഫോൾ ഡോക്ടർമാരെന്നറിയപ്പെടുന്ന ഒരു സംഘം ഷെർപ്പകൾ ഖുംബു മഞ്ഞുപാളിയിലൂടെ വഴിതെളിയാൻ പോകും. സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ ആഴം കൂടിയ ഗർത്തങ്ങൾക്കു മുകളിലൂടെ കോവണികൾ സ്ഥാപിക്കുന്നതും കയറുകൾ കെട്ടുന്നതും. ഒരു സംഘത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക നൽകിയാലും ഒരു ഷെർപ്പയുടെ സഹായമില്ലാതെ ആ വഴി കടന്നുപോകാൻ ആർക്കും കഴിയില്ല. അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എവറസ്റ്റ് യാത്രകളുടെ ഒരു പ്രധാന ഭാഗമാണ്. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ബേസ് ക്യാമ്പിൽ വച്ച് അവരൊരു പൂജ നടത്തും. ചോമുലുങ്മ എന്ന പർവ്വത ദേവതയോട് അനുവാദം ചോദിക്കുന്ന ഒരു ചടങ്ങാണിത്. യാത്രയിൽ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനും തന്നെ രക്ഷിക്കാനും അവർ പ്രാർത്ഥിക്കും. അരിയും ധാന്യങ്ങളും മദ്യവും അവർ ദേവതയ്ക്ക് സമർപ്പിക്കും. പ്രാർത്ഥനാ പതാകകൾ കെട്ടിത്തൂക്കും. കാറ്റിൽ ആ പതാകകൾ ചലിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന പ്രാർത്ഥനകൾ ലോകം മുഴുവൻ എത്തുമെന്നാണ് അവരുടെ വിശ്വാസം. വിദേശിയായ പർവ്വതാരോഹകർക്ക് ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളായി തോന്നിയാലും ആ മലനിരകളിൽ ജീവിക്കുന്നവർക്ക് അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പർവ്വതത്തെ ബഹുമാനിക്കണമെന്നും അതിനെ പ്രകോപിപ്പിക്കരുതെന്നും അവർ വിശ്വസിക്കുന്നു. ഷെർപ്പകളുടെ ജീവിതം പുറമേ നിന്ന് കാണുമ്പോൾ സാഹസികത നിറഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും അതിനു പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഓരോ സീസണിലും അവർ മാസങ്ങളോളം തങ്ങളുടെ സ്വന്തം കുടുംബത്തെ പിരിഞ്ഞാണ് കഴിയുന്നത്. ഓരോ തവണ മലകയറാൻ പോകുമ്പോഴും തിരിച്ചു വരുമോ എന്ന് ഒരു ഉറപ്പുമില്ല. എവറസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത് ഷെർപ്പകളാണ്. 2014 ഖുംബു മഞ്ഞുപാളിയിലുണ്ടായ ഒരു വലിയ ഹിമപാതത്തിൽ 16 ഷെർപ്പകളാണ് ഒരു ദിവസം മരണപ്പെട്ടത്. എവറസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. ആ സംഭവത്തിനു ശേഷം തങ്ങളുടെ ജോലിയുടെ സുരക്ഷയെക്കുറിച്ചും ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചും സർക്കാരിൽ നിന്നുള്ള സഹായത്തെക്കുറിച്ചുമെല്ലാം ഷെർപ്പകൾക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു. ഒരു വിദേശി പർവ്വതാരോഹകൻ എവറസ്റ്റ് കീഴടക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രശസ്തിയുടെയും പണത്തിൻ്റെയും ഒരു ചെറിയ അംശം പോലും അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷേ പരാതികളില്ലാതെ അവർ തങ്ങളുടെ ജോലി തുടരുന്നു. കാരണം അതവരുടെ ജീവനമാർഗമാണ്. തലമുറകളായി അവർ ചെയ്തു പോരുന്ന ഒന്നാണ്. അവരുടെ കുട്ടികളും അതേ പാത പിന്തുടരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവർ ഭാരം ചുമക്കാൻ പഠിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പലരും പർവ്വതാരോഹണത്തിലേക്ക് തിരിയുന്നു. കാരണം നേപ്പാളിലെ ആ മലയോര ഗ്രാമങ്ങളിൽ മറ്റു വലിയ തൊഴിലവസരങ്ങളൊന്നുമില്ല. എങ്കിലും കാലം മാറിയതനുസരിച്ച് ഷെർപ്പകളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ തലമുറയിലെ ഷെർപ്പകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പർവ്വതാരോഹകരുമായി ഇടപഴകുന്നു. അവരിൽ പലരും ഇപ്പോൾ സ്വന്തമായി ട്രെക്കിംഗ് കമ്പനികൾ നടത്തുന്നുണ്ട്. പർവ്വതാരോഹണത്തിൽ അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുകൾ നേടിയവരുണ്ട്. കാമി റീത്ത ഷെർപ്പയെ പോലുള്ളവർ ഇതിഹാസങ്ങളായി മാറിയിരിക്കുന്നു. 25-ലധികം തവണ എവറസ്റ്റ് കീഴടക്കി അദ്ദേഹം ലോക റെക്കോർഡ് സ്ഥാപിച്ചു. അദ്ദേഹം വെറുമൊരു ഷെർപ്പയല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച പർവ്വതാരോഹകരിലൊരാളാണ്. എഡ്മണ്ട് ഹിലാരി ഷെർപ്പകൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിൽ പഠിച്ച പലരും ഇന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പൈലറ്റുമാരുമൊക്കെയായി മാറിയിരിക്കുന്നു. ഞാൻ എവറസ്റ്റ് കീഴടക്കിയതിനേക്കാൾ ഷെർപ്പകൾക്ക് വേണ്ടി ഒരു സ്കൂൾ പണിതതിലാണ് എനിക്ക് കൂടുതൽ അഭിമാനം എന്ന് ഹിലാരി ഒരിക്കൽ പറയുകയുണ്ടായി. ഷെർപ്പകളുടെ ഈ കഥയില്ലാതെ എവറസ്റ്റിന്റെ കഥ പൂർണ്ണമാകില്ല. ലോകമറിയുന്ന വീരനായകന്മാരുടെ നിഴലിൽ തങ്ങളുടെ ജീവൻ പണയം വെച്ച് നിശബ്ദരായി തങ്ങളുടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെയും ത്യാഗത്തിന്റെയും കഥയാണത്. കൊടുമുടിയുടെ നെറുകയിൽ ഒരു പതാക ഉയരുമ്പോൾ അതിന്റെ അഭിമാനത്തിൽ ഒരു പങ്ക് അവർക്ക് കൂടിയുള്ളതാണ്. കാരണം ആ വിജയത്തിലേക്കുള്ള വഴിയിലെ ഓരോ ചുവടിലും അവരുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ആ തണുത്ത ലോകത്ത് മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന യഥാർത്ഥ ഹീറോകൾ ഒരുപക്ഷെ അവർ തന്നെയായിരിക്കാം. എവറസ്റ്റിന്റെ കഥ വിജയങ്ങളുടെയും റെക്കോർഡുകളുടെയും മാത്രമല്ല, മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെയും ചിലപ്പോൾ ദുരന്തമായി പര്യവസാനിക്കുന്ന അവന്റെ പിഴവുകളുടെയും കൂടി കഥയാണ്. 1953 ഹിലാരിയും ടെൻസിങ്ങും ആ കൊടുമുടി കീഴടക്കിയപ്പോൾ അതൊരു ശുദ്ധമായ സാഹസികതയുടെ വിജയമായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം എവറസ്റ്റ് പർവ്വതാരോഹണം ഒരു വലിയ വ്യവസായമായി മാറിയപ്പോൾ അതിന്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ന് ഓരോ വർഷവും 100 കണക്കിന് ആളുകളാണ് എവറസ്റ്റ് കയറാനായി നേപ്പാളിലെത്തുന്നത്. അവരിൽ പലരും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പർവ്വതാരോഹകരാണെങ്കിൽ മറ്റു ചിലർ പണത്തിന്റെ ബലത്തിൽ മാത്രം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വരുന്നവരാണ്.
ഒരു എവറസ്റ്റ് യാത്രയ്ക്കിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവ്. ഗൈഡിംഗ് കമ്പനികൾക്ക് ഈ തുക നൽകിയാൽ അവർ യാത്രയ്ക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരും. ഓക്സിജൻ സിലിണ്ടറുകൾ, ഭക്ഷണം, ടെന്റുകൾ, വിദഗ്ധരായ ശിർപ്പകളുടെ സഹായം എല്ലാം ആ പാക്കേജിൽ ഉൾപ്പെടും. ഈ വാണിജ്യവൽക്കരണം ഒരു വശത്ത് നേപ്പാളിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. ആയിരക്കണക്കിന് ഷെർപ്പകൾക്കും മറ്റു തൊഴിലാളികൾക്കും അത് തൊഴിൽ നൽകുന്നു. എന്നാൽ മറുവശത്ത് അത് ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതിലൊന്നാണ് ട്രാഫിക് ജാം. എവറസ്റ്റ് കയറാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ വളരെ കുറവാണ്. മെയ് മാസത്തിലെ 1-2 ആഴ്ചകൾ മാത്രം. ആ ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഒരേ സമയം കൊടുമുടി ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഹിലാരി സ്റ്റെപ്പ് പോലുള്ള ഇടുങ്ങിയ വഴികളിൽ ആളുകളുടെ നീണ്ട നിര രൂപപ്പെടും. മണിക്കൂറുകളോളം തണുത്തുറഞ്ഞ ആ കാലാവസ്ഥയിൽ അപകടകരമായ ആ വഴിയിൽ ഊഴം കാത്തു നിൽക്കേണ്ടി വരുന്നത് അതീവ ദുഷ്കരമാണ്. അത് അവരുടെ ഓക്സിജൻ സിലിണ്ടറുകൾ വേഗത്തിൽ തീർന്നു പോകാൻ കാരണമാകും. ശരീരത്തെ കൂടുതൽ തളർത്തും, അപകടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. 2019 ഇത്തരത്തിലുണ്ടായ ഒരു ട്രാഫിക് ജാമിന്റെ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ വർഷം മാത്രം 11 പേരാണ് എവറസ്റ്റിൽ മരണമടഞ്ഞത്. അതിൽ പല മരണങ്ങൾക്കും കാരണം ഈ തിരക്കുമൂലമുണ്ടായ കാലതാമസമായിരുന്നു. മറ്റൊരു വലിയ പ്രശ്നം മാലിന്യമാണ്. ഓരോ വർഷവും പർവ്വതാരോഹകർ ഉപേക്ഷിച്ചു പോകുന്ന ടണ്ണുകണക്കിന് മാലിന്യങ്ങൾ എവറസ്റ്റിന്റെ മടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നു. ഒഴിഞ്ഞ ഓക്സിജൻ സിലിണ്ടറുകൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, കീറിപ്പറിയ ടെന്റുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചവിട്ടുകൊട്ട എന്നൊരു ചീറ്റ പേരുകൂടും എവറസ്റ്റിന് ലഭിച്ചു. ബേസ് ക്യാമ്പും അതിനു മുകളിലുള്ള ക്യാമ്പുകളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് അവിടത്തെ അതിലോലമായ പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ് ചെയ്യുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാനായി നേപ്പാൾ സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും ഇപ്പോൾ പല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പർവ്വതാരോഹകർ ഉപേക്ഷിച്ചു പോകുന്ന മാലിന്യം തിരികെ കൊണ്ടുവരണം എന്നും അല്ലെങ്കിൽ വലിയ ഒരു തുക പിഴയടയ്ക്കേണ്ടി വരും എന്നും നിയമങ്ങളുണ്ട്. ഷെർപ്പകളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ക്ലീനിംഗ് എക്സ്പെഡിഷനുകൾ നടത്താറുണ്ട്. അവർ ടണ്ണുകണക്കിന് മാലിന്യങ്ങളാണ് ഓരോ തവണയും അവിടെ നിന്നും ശേഖരിച്ച് താഴെ എത്തിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനവും എവറസ്റ്റിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ആഗോളതാപനം കാരണം ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ അതിവേഗം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. കുംഭു മഞ്ഞുപാളി പോലുള്ളവയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇത് പർവ്വതാരോഹണത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. മഞ്ഞുരുകുന്നതിന്റെ ഫലമായി വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞിൽ പുതഞ്ഞുപോയ പർവ്വതാരോഹകരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അതൊരു ഭയാനകമായ കാഴ്ചയാണ്. റെയിൻബോ വാലി എന്നറിയപ്പെടുന്ന കൊടുമുടിക്ക് അടുത്തുള്ള ഒരു ഭാഗം പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച പർവ്വതാരോഹകരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും എവറസ്റ്റ് മനുഷ്യനെ എന്നും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ കഥകൾ ഓരോ വർഷവും പിറക്കുന്നു. 2001 എറിക് വെയ്ഹൻമയർ എന്ന അമേരിക്കൻ അന്ധനായ ആൾ എവറസ്റ്റ് കീഴടക്കി. ശബ്ദങ്ങളെയും തന്റെ ഗൈഡിന്റെ നിർദ്ദേശങ്ങളെയും ആശ്രയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. അതൊരു അവിശ്വസനീയമായ നേട്ടമായിരുന്നു. ശാരീരികമായ പരിമിതികൾ ഒരു സ്വപ്നത്തിനും തടസ്സമല്ലെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. 2013 80 വയസ്സായ യുയിച്ചിറോ മിയൂറ എന്ന ജപ്പാൻകാരൻ എവറസ്റ്റ് കീഴടക്കി ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി. ഹൃദയത്തിന് പലതവണ സർജറി കഴിഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പ്രായവും രോഗവും വഴിമാറി. അങ്ങനെ ഓരോ വിജയകഥയും ഓരോ ദുരന്തവും എവറസ്റ്റിന്റെ ഇതിഹാസത്തിന് പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അത് വെറുമൊരു പർവ്വതമല്ല, മനുഷ്യന്റെ ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഭയത്തിന്റെയും പിഴവുകളുടെയും അതിജീവനത്തിന്റെയും ഒരു വലിയ ക്യാൻവസാണത്. അതിന്റെ മുകളിലെത്തുന്ന ഓരോരുത്തരും ഒരു പുതിയ മനുഷ്യനായാണ് തിരിച്ചിറങ്ങുന്നത്. ആ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലോകമെത്ര വലുതാണെന്നും താൻ എത്ര ചെറുതാണെന്നും അവർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവായിരിക്കും ഒരുപക്ഷെ കൊടുമുടി കീഴടക്കുന്നതിനേക്കാൾ വലിയ പാഠം. എവറസ്റ്റ് കീഴടക്കിയതിന്റെ കഥ പറയുമ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവില്ല. സാങ്കേതികവിദ്യയുടെ വളർച്ചയും പർവ്വതാരോഹണത്തോടുള്ള ആളുകളുടെ മാറുന്ന കാഴ്ചപ്പാടുകളും എവറസ്റ്റ് യാത്രകളെ എങ്ങനെയാണ് രൂപപ്പെടുത്താൻ പോകുന്നത്? ഇന്ന് പർവ്വതാരോഹകർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭാരം കുറഞ്ഞതും എന്നാൽ കൂടുതൽ കരുത്തുള്ളതുമായ വസ്ത്രങ്ങൾ, -40 തണുപ്പിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള സ്ലീപ്പിംഗ് ബാഗുകൾ, കൂടുതൽ കാര്യക്ഷമമായ ഓക്സിജൻ സിലിണ്ടറുകൾ, ഇവയെല്ലാം യാത്രയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. സാറ്റലൈറ്റ് ഫോണുകളും GPS ട്രാക്കറുകളും ഇന്ന് യാത്രയുടെ അവിഭാജ്യ ഘടകമാണ്. കാലാവസ്ഥാ പ്രവചനങ്ങൾ മുൻപത്തേക്കാൾ വളരെ കൃത്യമായി ലഭിക്കുന്നു. ഇത് കൊടുങ്കാറ്റിലും മഞ്ഞുവീഴ്ചയിലും പെട്ട് അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. നേപ്പാൾ സർക്കാർ ഇപ്പോൾ എല്ലാ പർവ്വതാരോഹകർക്കും GPS ട്രാക്കറുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് വഴിതെറ്റിപ്പോകുന്നവരെ കണ്ടെത്താനും അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും സഹായിക്കുന്നു.
രക്ഷാപ്രവർത്തന രംഗത്തും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾക്കിപ്പോൾ മുൻപത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. 2025 സീസണിൽ ക്യാമ്പ് 3ന്റെ 23,500 അടിയുടെ ഉയരത്തിൽ നിന്നും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു വലിയ വാർത്തയായിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള പർവ്വതാരോഹകരെ അതിവേഗം താഴെ എത്തിച്ച ചികിത്സ നൽകാൻ ഇത് സഹായിക്കുന്നു. മുൻപായിരുന്നെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പലരും മരണത്തിന് കീഴടങ്ങുമായിരുന്നു. പുതിയ പരിശീലന രീതികളും നിലവിൽ വന്നിട്ടുണ്ട്. ഹൈപ്പോക്സിക് ടെന്റുകൾ ഉപയോഗിച്ച് സ്വന്തം വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ ഓക്സിജൻ കുറഞ്ഞ അവസ്ഥയുമായി ശരീരം പൊരുത്തപ്പെടാൻ പരിശീലിക്കാൻ സാധിക്കും. ഇത് പർവ്വതത്തിലെത്തിയിട്ടുള്ള അക്ലിമറ്റൈസേഷൻ പ്രക്രിയയുടെ സമയം കുറയ്ക്കാൻ സഹായിക്കുന്നു. 2025 ഒരു ബ്രിട്ടീഷ് സംഘം ലണ്ടനിൽ നിന്നും പുറപ്പെട്ടു വെറും 7 ദിവസത്തിനുള്ളിൽ എവറസ്റ്റ് കീഴടക്കി തിരികെ എത്തിയത് ഈ പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ്. ഡ്രോണുകളുടെ ഉപയോഗമാണ് മറ്റൊരു പുതിയ മാറ്റം. വഴികൾ കണ്ടെത്താനും അപകടസാധ്യതയുള്ള സ്ഥലങ്ങൾ നിരീക്ഷിക്കാനും കയറുകൾ സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല വഴി കണ്ടെത്താനുമെല്ലാം ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ ചെറിയ സാധനങ്ങൾ മുകളിലെ കാമ്പുകളിലേക്ക് എത്തിക്കാനും രക്ഷാപ്രവർത്തനത്തിനും ഡ്രോണുകൾ ഒരു വലിയ സഹായമായേക്കാം. എന്നാൽ ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾക്കിടയിലും എവറസ്റ്റ് എന്ന വെല്ലുവിളി അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഒരു യന്ത്രത്തിനും പ്രകൃതിയുടെ ശക്തിയെ പൂർണ്ണമായി പ്രവചിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. ഓരോ വർഷവും എവറസ്റ്റ് പുതിയ പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നു. 2025 സീസൺ അതിനൊരു ഉദാഹരണമായിരുന്നു. പ്രവചനാതീതമായ കാലാവസ്ഥയും ശക്തമായ കാറ്റും കാരണം പർവ്വതാരോഹകർക്ക് കൊടുമുടി കയറാനുള്ള ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. ഇത് വലിയ തിരക്കിന് കാരണമായി. എന്നിരുന്നാലും മുൻപ് വർഷങ്ങളെ അപേക്ഷിച്ച് മരണനിരക്ക് കുറവായിരുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഏകദേശം 846 പേർ ആ വർഷം കൊടുമുടി കീഴടക്കി. അതിൽ ഭൂരിഭാഗവും ഷെർപ്പകളായിരുന്നു. എവറസ്റ്റിന്റെ വാണിജ്യവൽക്കരണത്തെ നിയന്ത്രിക്കാനുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. നേപ്പാൾ സർക്കാർ ക്ലൈംബിംഗ് പെർമിറ്റിന്റെ ഫീസ് $11,000 നിന്ന് $15,000 ഉയർത്തി. എവറസ്റ്റ് കയറുന്നതിന് മുൻപ് നേപ്പാളിലെ മറ്റൊരു 7,000 മീറ്റർ കൊടുമുടിയെങ്കിലും കീഴടക്കിയിരിക്കണമെന്ന നിയമം കൊണ്ടുവരാനും ആലോചനയുണ്ട്. ഭാവിയിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ എവറസ്റ്റ് കീഴടക്കുന്ന അനുഭവം സാധാരണക്കാർക്ക് ലഭ്യമായേക്കാം. അപകടങ്ങളില്ലാതെ സ്വന്തം മുറിയിലിരുന്ന് ആ കൊടുമുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അത് അവസരമൊരുക്കും. പക്ഷേ യഥാർത്ഥ മഞ്ഞിന്റെ തണുപ്പും കാറ്റിന്റെ ശബ്ദവും മരണഭയത്തെ അതിജീവിച്ച് കൊടുമുടിയിലെത്തുമ്പോഴുള്ള ആത്മസംതൃപ്തിയും അതിന് നൽകാൻ കഴിയുമോ എന്നത് സംശയമാണ്. എത്രയൊക്കെ സാങ്കേതിക വിദ്യ വളർന്നാലും എത്രയൊക്കെ പുതിയ നിയമങ്ങൾ വന്നാലും എവറസ്റ്റ് എപ്പോഴും മനുഷ്യനു മുന്നിലൊരു പ്രഹേളികയായി, ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കും. കാരണം എവറസ്റ്റ് വെറുമൊരു കുന്നോ മലയോ അല്ല. അത് മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ, അവന്റെ അതിജീവനശേഷിയുടെ, അവന്റെ അഹങ്കാരത്തിന്റെ, അവന്റെ ഭയത്തിന്റെ എല്ലാം ഒരു പ്രതീകമാണ്. ഹിലാരിയും ടെൻസിങ്ങും ആ കൊടുമുടിയിൽ കാലുകുത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവരുടെ ആ യാത്രയുടെ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുന്നു. ആ 2 മനുഷ്യരുടെ ലളിതമായ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. ആ സ്വപ്നമാണ് ഇന്നും ആയിരക്കണക്കിന് ആളുകളെ ആ മഞ്ഞുമലകളിലേക്ക് ആകർഷിക്കുന്നത്. ആകാശത്തിന്റെ നെറുകയിൽ, മേഘങ്ങൾക്കിടയിൽ നിശബ്ദമായി നിൽക്കുന്ന ആ കൊടുമുടി ഇനിയും ഒരുപാട് കാലം മനുഷ്യന്റെ സാഹസികതയുടെയും സ്വപ്നങ്ങളുടെയും കഥകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എവറസ്റ്റിന്റെ മഞ്ഞുപുതച്ച ചരിവുകളിലൂടെ ഹിലാരിയുടെയും ടെൻസിങ്ങിന്റെയും കാൽപ്പാടുകൾ പിന്തുടർന്ന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. കൊടുമുടിയുടെ നെറുകയിലെ ആ നിശബ്ദമായ 15 മിനിറ്റുകൾക്ക് നമ്മൾ സാക്ഷികളായി. റെയിൻഹോൾഡ് മെസ്നറുടെ അവിശ്വസനീയമായ ഇച്ഛാശക്തിയെ നമ്മൾ തൊട്ടറിഞ്ഞു. ജുൻകോ താബെയുടെ ധൈര്യത്തെ നമ്മൾ നമിച്ചു. ഒപ്പം ആ മഞ്ഞുമലകളിൽ ജീവൻ നഷ്ടപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ ഓർമ്മകൾക്കു മുന്നിൽ ഒരു നിമിഷം നിശബ്ദരായി നിന്നു. എവറസ്റ്റിന്റെ കഥ മനുഷ്യന്റെ കഴിവിന്റെയും അവന്റെ സ്വപ്നങ്ങളുടെയും കഥയാണ്. അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കാനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ കഥ. അതേസമയം അത് പ്രകൃതിയുടെ ശക്തിക്കു മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആകാശത്തോളം വളരാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ കാലുകൾ ഈ ഭൂമിയിൽ തന്നെയാണെന്ന് അത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ആ തണുത്ത കാറ്റ് വീശുന്നുണ്ടാകാം. മഞ്ഞിൽ ചവിട്ടി നടക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. ദൂരെ ആകാശത്തെ തൊട്ട നിൽക്കുന്ന ആ കൊടുമുടിയുടെ ചിത്രം തെളിയുന്നുണ്ടാകാം. നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ
എവറസ്റ്റിന്റെ കഥ അവസാനിക്കുന്നില്ല. ഓരോ പുതിയ പുലരിയിലും പുതിയ സ്വപ്നങ്ങളുമായി പുതിയ സാഹസികർ ആ മലഞ്ചെരിവുകളിലേക്ക് യാത്ര തുടങ്ങും. പുതിയ ചരിത്രങ്ങൾ പിറക്കും. ഇനി വിശ്രമിക്കൂ, ഉറങ്ങൂ, കഥകൾ സ്വപ്നത്തിൽ തുടരട്ടെ.